ആനയൂട്ട് നടക്കുകയാണ് കർക്കിടക മാസാചരണത്തോടനുബന്ധിച്ച്. നമുക്ക് അതിന്റെ കാഴ്ചകളിലേക്ക് പോകാം. അഷ്ടദ്രവ്യ ഗണപതി ഹോമത്തോടു കൂടിയാണ് വടക്കുംനാഥ ക്ഷേത്രത്തിൽ ആനയൂട്ട് ചടങ്ങുകൾക്ക് തുടക്കമായത്. 66-ലധികം ആനകൾ ഈ ആനയൂട്ടിൽ പങ്കെടുക്കും. ഇത്തവണ 8 പിടിയാനകളും ഗുരുവായൂർ ദേവസ്വത്തിൽ നിന്നുള്ള 7 ആനകളുമാണ് പങ്കെടുക്കുന്നത്. രമ്യ ദാസാണ് ചേരുന്നത്. രമ്യ, ഈ കർക്കിടക മാസത്തിൽ പ്രത്യേകിച്ച് കർക്കിടക മാസത്തിൽ ഈ പ്രത്യേക ആയുർവേദ കൂട്ടുകളൊക്കെ ഉണ്ടാക്കിയ ആയുർവേദ ഉണ്ടകളാണ് ആനകൾക്ക് ഈ ദിവസങ്ങളിൽ നൽകാറുള്ളത്. അപ്പോൾ തുടങ്ങിയോ? അവിടെ ചടങ്ങുകളൊക്കെ തുടങ്ങിയോ? സേതുലക്ഷ്മി, രാവിലെ തന്നെ പുലർച്ചയോടുകൂടി തന്നെ ഈ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടുകൂടി ചടങ്ങുകൾക്ക് തുടക്കമായിട്ടുണ്ട്. ഇനി കുറച്ച് സമയങ്ങൾക്കുള്ളിൽ തന്നെ ഈ ഗജപൂജ ആരംഭിക്കും. നിലവിൽ ഇപ്പോൾ ആനകളെല്ലാം ക്ഷേത്രത്തിനകത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇത്തവണ 66 ആനകളാണ് ഇത്തവണ ഈ ആനയൂട്ടിൽ പങ്കെടുക്കുക. ഇതിൽ 8 പിടിയാനകളുണ്ട്. അതുപോലെ തന്നെ ഗുരുവായൂർ ദേവസ്വത്തിലുള്ള 7 ആനകളും എല്ലാം ഉണ്ട്. ഈ 4 വർഷം കൂടുമ്പോഴാണ് ഇവിടെ ഗജപൂജ ഉണ്ടാവാറ്. അത് ഇത്തവണയുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ ഈ കോവിഡ് മാനദണ്ഡങ്ങളും എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ അത്ര കാര്യമായ രീതിയിൽ ഈ ഗജപൂജ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇത്തവണ വലിയ കാര്യമായ രീതിയിൽ തന്നെ ഈ ഗജപൂജ ഉണ്ടാകും. 5 ആനകളെ ഇരുത്തിയാണ് ഗജപൂജ ഉണ്ടാവുക. ഇങ്ങനെ അത്തരത്തിൽ ഈ 66 ആനകൾക്കും ഇത്തരത്തിൽ ഗജപൂജയുണ്ടാകും. ഇതുപോലെ തന്നെ ഈ എറണാകുളം ശിവകുമാർ, പുതുപ്പള്ളി കേശവൻ, അതുപോലെ തന്നെ പാറമേക്കാവ് കാശിനാഥൻ ഉൾപ്പെടെ പ്രമുഖ ആനകളെല്ലാം തന്നെ ഈ ആനയൂട്ടിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇവിടെ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾ ഉൾപ്പെടെ ഉണ്ട്. നമുക്ക് അവരുമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം. സേതു, ഈ ആനകളെ കാണാൻ തന്നെ ഈ ഭാഗങ്ങളിലെല്ലാം നിറയെ ജനക്കൂട്ടം, വലിയ ജനക്കൂട്ടം തന്നെയുണ്ട്. കാരണം ഈ അലങ്കാരങ്ങളും ഒന്നുമില്ലാതെ ഈ ആനകളെ കാണുക. തൃശ്ശൂർ അവധി, സ്കൂൾ അവധി ആയതുകൊണ്ട് പിള്ളേരൊക്കെ ഉണ്ടോ ഈ കാഴ്ചകൾ കാണാൻ? തീർച്ചയായും വലിയ ജനക്കൂട്ടം തന്നെയാണ് ഇവിടെ ഉള്ളത്. നമുക്ക് എന്തായാലും ഇതിന്റെ കൂടുതൽ വിശേഷങ്ങൾ ഇവരോടൊന്നും ചോദിച്ചറിയാം. എങ്ങനെയിരിക്കുന്നു ഇപ്രാവശ്യത്തെ ആനയൂട്ടിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാ? ഇപ്രാവശ്യത്തെ ആനയൂട്ട് പറഞ്ഞാൽ 4 കൊല്ലത്തിലേക്കുള്ള ഗജപൂജ ഇക്കൊല്ലമാണ്. അത് ശരിക്കും നമ്മളൊരു ഗജപൂജ എടുത്തിട്ട് 8 കൊല്ലമായി. കഴിഞ്ഞ 2021 കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് 50 ആൾക്കാരെ അകത്തേക്ക് എടുത്തിട്ടാണ് ഗജപൂജ നടത്തിയത്. ഇപ്പോൾ 8 കൊല്ലമായി. ഇപ്പോൾ ഗജപൂജ ഉള്ള പോലെ എന്ന് വെച്ചാൽ പ്രത്യക്ഷമായിട്ട് ഗണപതിനെ സ്വീകരിച്ച് ഇരുത്തി പൂജിച്ച് ആഹാരം കൊടുക്കുന്ന പോലെയാണ്. അത് ഇക്കൊല്ലത്തെ പ്രത്യേകതയാണ്. അപ്പോൾ ഇപ്രാവശ്യം എന്താ വെച്ചാൽ ഗജപൂജ ഉള്ള പോലെ ആനകൾ കൂടും. ഒരു 60ഓളം ആനകളായി കഴിഞ്ഞു. ഇപ്പോൾ ഏറ്റവും ചെറിയ കുട്ടിയാനെ പൂജിച്ച് തുടങ്ങി. 5 ആനയാണ് ഒരു ട്രിപ്പിൽ എടുത്തത്. അങ്ങനെ 12 ട്രിപ്പ്, 60 ആന. അത് പൂജിച്ച് കഴിഞ്ഞിട്ടാണ് ആനയൂട്ട് നടത്തുക. അപ്പോൾ രാമായണ മാസത്തിൻ്റെ തുടക്കവും ഗണപതിനെ പ്രത്യക്ഷമായിട്ട് പൂജ കണ്ട് ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. അതായത് ഇപ്പോൾ ഈ കർക്കിടക മാസത്തിൽ പൊതുവെ മനുഷ്യർ ഈ ആയുർവേദ ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുക്കുന്ന പോലെ ആനകൾക്കും ഒരു ആയുർവേദ ട്രീറ്റ്മെൻറ്റ്, അതല്ലേ ഈ ആനയൂട്ട് അതിന് ശേഷം ഉണ്ടാകുന്ന ഈ ആനകളുടെ ആരോഗ്യപരമായ കാര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതല്ലേ? ഇന്ന് മുതൽ ഈ മാസം ശരിക്കും കർക്കിടക മാസം എന്ന് പറഞ്ഞാൽ പഞ്ഞമാസമാണ്. ഇപ്പോൾ ആനകൾക്ക് എന്താ വെച്ചാൽ ഫ്രീ ആയിട്ടുള്ള സമയമാണ്. ഈ സമയത്ത് ആനകളുടെ ചികിത്സ കഴിഞ്ഞ് അടുത്ത പൂരത്തിനുള്ള തയ്യാറെടുപ്പാണ്. അത് ഇന്ന് തുടങ്ങുകയാണ് ഇവിടെ. നിറയെ ജനക്കൂട്ടം തന്നെ ഉണ്ട് കാണാനായിട്ട് കൂടുതലായിട്ട്. അപ്പോൾ എന്തൊക്കെ സൗകര്യങ്ങളാണ് ഇവിടെ ഈ വരുന്ന കാണികൾക്കൊക്കെ ഒരുക്കിയിരിക്കുന്നത്? ഇന്നത്തെ പ്രത്യേകം സ്കൂൾ അവധിയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികളും കൂടി ആനയൂട്ട് കാണാം. പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ ബാരിക്കേഡ് കെട്ടി നിർത്തി ആനകളെ ആളുകൾ നമ്മൾ തൂക്കി നിർത്തി. പക്ഷേ ജനങ്ങൾക്ക് ആഹാരം കൊടുക്കാനുള്ള സംവിധാനം കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ആനകൾക്കും ജനങ്ങൾ ആനയുടെ കൂടെ നിന്ന് ആനയ്ക്ക് ആഹാരം കൊടുത്ത് സന്തോഷം, ഗണപതിക്ക് ആഹാരം കൊടുത്ത പോലെയുണ്ട് രാമായണ മാസം തുടങ്ങുമ്പോൾ. അപ്പോൾ അങ്ങനെ വളരെ സന്തോഷത്തോടെ അതുപോലെ നമ്മൾ 10,000 പേർക്ക് അന്നദാനം കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒന്നൊരാൾ ഗണപതിനെ തൊഴുത് ആഹാരം കഴിച്ച് വയറ് നിറഞ്ഞു പോകും. ആനകളും ആളുകളും സന്തോഷത്തോടെ പോകുന്ന ദിവസമാണെന്ന്. സേതു, അപ്പോൾ തീർച്ചയായും വളരെ വിപുലമായ ഒരുക്കങ്ങൾ തന്നെയാണ് ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുള്ളത്. എന്നാൽ അല്പസമയങ്ങൾക്ക് തന്നെ ഈ ഗജപൂജ ആരംഭിക്കും. തുടർന്നാണ് ആനയൂട്ട് ഉണ്ടാവുക. വലിയ തോതിലുള്ള ജനക്കൂട്ടം തന്നെയുണ്ട് ഇവിടെ ഈ ചടങ്ങുകളെല്ലാം കാണുവാനായിട്ട്. കാരണം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആനകളെ ഈ നെറ്റിപ്പട്ടമോ അല്ലെങ്കിൽ അലങ്കാരങ്ങളൊന്നുമില്ലാതെ കാണാൻ കഴിയുന്ന, ആനയുടെ ഭംഗി ശരിക്കും ആസ്വദിക്കാൻ കഴിയുന്ന ഒരു ചടങ്ങ് കൂടിയാണ് ഇപ്പോൾ ഈ ആനയൂട്ട്. ഇനി 1 മാസക്കാലം ഇവർക്ക് ഇത്തരത്തിലുള്ള ചികിത്സയുടെ ഒക്കെ കാലഘട്ടം കൂടിയാണ്. കാരണം മെയ്യഴക് എല്ലാം ഒരുക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് പഞ്ചമാസത്തിന്റെ ഈ ആരംഭത്തോടുകൂടി ഇന്നു മുതൽ അത് ആരംഭിക്കും. അതിന്റെ മുന്നോടിയായിട്ടാണ് ഇത്തരത്തിലൊരു അങ്ങനെ ഈ നെറ്റിപ്പട്ടം ഒന്നും കെട്ടാതെ തന്നെ ആനകളെ കാണാൻ എന്ത് രസമല്ലേ. ഈ അതിൽ പ്രധാനമായിട്ട് വരുന്നത് ശർക്കര, അതേപോലെ നാളികേരം,
അവല്, പിന്നെ മലര്, നാരങ്ങ, കരിമ്പ് ഇതൊക്കെ ഉപയോഗിച്ച് 60 പേര് ചേർന്നാണ് ഈ അഷ്ടദ്രവ്യക്കൂട്ടുണ്ടാക്കുന്നത്. എന്നിട്ട് ആനയ്ക്ക് അരി, ഈ ചോറ്, പിന്നെ ശർക്കര, മഞ്ഞൾപ്പൊടി, പൈനാപ്പിള്, കക്കിരി, തണ്ണിമത്തൻ, പഴം, ഇങ്ങനെ 8ഓളം പഴവർഗ്ഗങ്ങളൊക്കെ ചേർത്താണ് ഇതിനു വേണ്ടി ഒരു പ്രത്യേക ഉണ്ട ഉണ്ടാക്കി ആ ഉണ്ട ഈ ഇതിൽ കൊടുക്കുന്നത്, ഈ ആനയൂട്ടിന് കൊടുക്കുന്നത്. ഭയങ്കര മനോഹരമായ കാഴ്ചയല്ലേ ഇത്. ഈ തൃശ്ശൂരുകാരെയൊക്കെ സംബന്ധിച്ച് അവർക്ക് ഇത് എല്ലാ വർഷവും കാണാനൊരു ഭാഗ്യമൊക്കെയാണ്. പക്ഷെ നമ്മൾ ഈ തെക്കൻ ജില്ലക്കാരെയൊക്കെ സംബന്ധിച്ചാണെങ്കിൽ നമുക്കൊന്നും ആ ഒരു സാധനം ഇല്ല. ഇങ്ങനത്തെ ഒരു കാഴ്ചകളൊന്നും കാണാൻ ഭയങ്കര കുറവായിരിക്കും.